ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയ്ൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവ് വരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18-ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീം കോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ല വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000-ലധികം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്നും മുഹമ്മദ് മൊഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മൊഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതെത്തിയത്. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവ പ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.